ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേരള ഫിഷ് കറിയാണ്, അല്ലെങ്കിൽ ഇതിന് കോട്ടയം സ്റ്റൈൽ മീൻ കറി എന്ന് പറയാറുണ്ട്. മീൻ മുളകിട്ടത്, മീൻ കുടമ്പുളിയിട്ട് വേവിച്ച മീൻ കറി, മീൻ വറ്റിച്ചത്, ചുവന്ന മീൻ കറി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന മീൻ കറിയാണ് ഇത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, എൻ്റെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണിത്. മീൻ കറി ഉണ്ടാക്കാനുള്ള കുടമ്പുളി ഞാൻ 6-7 പീസ് കുടമ്പുളി എടുത്തിട്ടുണ്ട്. കുടമ്പുളി നല്ലതുപോലെ കഴുകി എടുത്തിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ്, ആ കുടമ്പുളിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിൽ തന്നെ മാറ്റി വയ്ക്കണം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 5 വലിയ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വയ്ക്കണം. മീൻകറിക്കുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 2.25 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ആ പൊടികളെല്ലാം മിക്സ് ചെയ്ത് വയ്ക്കണം. എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടി. പാൻ ചൂടാക്കി പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ അതിലേക്ക് ഇടണം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 കപ്പ്, ചെറിയ ഉള്ളി അരിഞ്ഞത് 1/4 കപ്പ്, കുറച്ച് കറിവേപ്പില, പച്ചമുളക് 3-4 പച്ചമുളക്, എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് 1-2 ടേബിൾ സ്പൂൺ എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ആ പച്ചമുളകും കടുകും എല്ലാം കൂടി എടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പം മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ചാൽ ബൗളിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇരിപ്പുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മുളകെല്ലാം നല്ലതുപോലെ ബൗളിൽ നിന്നെല്ലാം തൂത്തെടുക്കണം. ഇനി വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്ന വരെ വഴറ്റണം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ ആ മുളക് മൂത്ത മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുടമ്പുളിയുടെ വെള്ളം ചേർത്തിട്ട് ആ വെള്ളവും ഈ മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പം മീൻകറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ചട്ടിയുടെ ഉള്ളിലെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ചട്ടിയുടെ അടിവശത്തേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയുടെ തണ്ടിങ്ങനെ നിരത്തി വയ്ക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുടമ്പുളിയുടെ കഷ്ണങ്ങൾ ഇടാം. ഇനി നമ്മൾ ആ വഴറ്റി വെച്ച മസാലയിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇടണം. അപ്പം ഞാനിവിടെ 1/2 കിലോ മീനും കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കിലോ മീനിൽ നിന്ന് കുറച്ച് മീൻ എടുത്തിട്ട് മീനിൻ്റെ കഷ്ണങ്ങളെടുത്ത് ആദ്യം തന്നെ ഒന്ന് ഒരു ലെയറായിട്ട് വയ്ക്കണം.
ആ മസാലയുടെ മുകളിൽ ലെയറായിട്ട് വെക്കണം. അതിനുശേഷം വീണ്ടും മീനിൻ്റെ മുകളിലേക്ക് മസാല ഇടണം. അപ്പോൾ ആ മസാല ഓരോ മീനിൻ്റെ കഷ്ണത്തിലും വരുന്ന രീതിയിൽ വേണം മസാല ഇടാനായിട്ട്. വീണ്ടും ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളെല്ലാം ഇപ്പം ഞാൻ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മസാല മുഴുവൻ ഈ മീനിലേക്ക് ഇടാം. ഇപ്പോൾ പാനിൽ കുറച്ച് മസാല ബാക്കിയുണ്ട്. ആ മസാലയിലേക്ക് ബാക്കി വന്ന കുടംപുളി വെള്ളവും കുടംപുളി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വെള്ളം കൂടെ നമുക്കിനി മീനിലേക്ക് ചേർക്കാം. ഇപ്പം മീനിൻ്റെ പുളി കഷ്ണങ്ങൾ ഒത്തിരി വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. അപ്പോൾ നമ്മൾ ആ പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാലും മതി. മീൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ മീനിൻ്റെ ലെവലിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ മീനിൻ്റെ ചട്ടി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിക്കുക. നമ്മൾ സ്പൂണിട്ട് അധികം ഇളക്കാൻ പാടില്ല. ഈ കുറച്ചും കൂടെ കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മീൻ വേവിക്കുന്നത്. അടച്ചു വെച്ച് വേവിക്കാം. നല്ലതുപോലെ തിളയ്ക്കണം. നല്ലൊരു തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ മീൻ വേവിക്കണം. ഇപ്പം മീൻ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് അടപ്പെടുത്ത് മാറ്റാം. ഞാൻ തീ കുറച്ച് വയ്ക്കുകയാണ്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ആ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മീൻ വേവിക്കാനായിട്ട്. എൻ്റെ ചട്ടി എടുത്ത് നല്ലതുപോലെ ഒന്ന് ചുറ്റിക്കുക. സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചട്ടി ഇടയ്ക്കെടുത്തുനിന്ന് ചുറ്റിച്ചാൽ മാത്രം മതി. ഇപ്പോൾ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കല്യാണ സദ്യയ്ക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് ദിവസമാണോ മീൻ കറി ആവശ്യമുള്ളത് അതിന് 2 ദിവസം മുമ്പേ മീൻ കറി വറ്റിച്ച് വയ്ക്കും. ഇപ്പോൾ കല്യാണം ഞായറാഴ്ച ആണെങ്കിൽ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ മീൻ കറി ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ മീൻ വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാണ്. നമ്മുടെ വീട്ടുകാരും അതേപോലെ നെയ്ബേഴ്സ് എല്ലാവരും കൂടെ വന്നിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് മീൻ പല ചട്ടികളിൽ വേവിച്ച് വെച്ച ശേഷം അത് നല്ലതുപോലെ തണുത്ത ശേഷം വെള്ള തുണി വെച്ച് കെട്ടി വയ്ക്കും. അപ്പോൾ അത് ഇരുന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് വരും മീൻ കറി. ഇനി ഇടയ്ക്ക് മീനിൻ്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ പുളിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കണം നോക്കിയിട്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഉലുവപ്പൊടി കൂടെ ചേർത്ത ശേഷം ആ ചട്ടി നല്ലതുപോലെ ഒന്നിച്ച് കൊണ്ട് ചുറ്റിക്കണം. നല്ല രുചിയായിട്ടുള്ള മീൻ കറി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി മുളകൊക്കെ മൂപ്പിച്ച് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിയണം. ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണം. മീന് കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവണം. പിന്നീട് വേണ്ടത് നല്ല കുടംപുളിയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് നല്ല രുചിയായിട്ടുള്ള മീൻ കറി കിട്ടുകയുള്ളൂ. ഇപ്പം മീനിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മീനിലേക്ക് ചേർക്കാം. ഇതെൻ്റെ ചേച്ചി ചെയ്യാറുണ്ട്, അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് കുറച്ച് കറിവേപ്പിലും കൂടെ മീനിലേക്ക് ചേർക്കാം. മീൻ കറിയിൽ പച്ചമുളകും കറിവേപ്പിലൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പം മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. പക്ഷേ തീ ഓഫ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് മീൻ കറി വേവിച്ചത്. ആ ചെറിയ തീയിലിരുന്ന മീൻ കറി ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് തീ കൂട്ടി വയ്ക്കണം. തീ കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ മീൻ കറിയിലേക്ക് ഒരു നല്ലൊരു തിളവാണ്. നല്ലതുപോലെ മീൻ കറി തിളപ്പിക്കണം. ഒരു 30 സെക്കൻഡ് നല്ലതുപോലെ തിളപ്പിച്ച ശേഷം അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ശേഷം ഉടനെ തന്നെ നമ്മൾ ആ മീൻ ചട്ടി ആ അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. ചൂടില്ലാത്ത വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ സെയിം അടുപ്പത്ത് തന്നെ വെക്കുമ്പോൾ ആ ചാറ് വീണ്ടും കുറുകിപ്പോവും. മീൻ കറി ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോഴാണ് മീനിൻ്റെ ഉള്ളിലോട്ട് ഉപ്പും പുളി എരിവും എല്ലാം നല്ലതുപോലെ പിടിക്കുന്നത്. മീൻകറിയുടെ ചൂടെല്ലാം മാറിക്കഴിയുമ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ട് നല്ലൊരു ഡാർക്ക് കളറായിട്ട് മീൻകറി കിട്ടും.
കേരള ട്രഡീഷണൽ രീതിയിലുള്ള മീൻകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കല്യാണ സദ്യയ്ക്കും നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന മീൻകറിയാണിത്. മീൻകറി നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രമേ മൂടി വയ്ക്കാവുള്ളൂ.